അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ ഓണം മുസ്ലിം പെൺകുട്ടികൾ താത്തമാർ കൊണ്ടുപോയി എന്നാണ് സോഷ്യൽ മീഡിയകളിലൂടെ കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും പ്രത്യേകിച്ച് ഉസ്താദുമാർക്കെതിരെയൊക്കെ എന്തെങ്കിലും പറയാൻ ഒരു അവസരം കിട്ടിയാൽ നഷ്ടപ്പെടുത്താത്ത സർവ്വ യുക്തിവാദികളും വർഗീയവാദികളും മുസ്ലിം നാമധാരികളും അടക്കം എല്ലാവരും രംഗത്ത് വന്ന കാഴ്ചയും നാം കണ്ടിരിക്കും. അവസരത്തിൽ നിരന്തരം യൂട്യൂബിലൂടെ വർഗീയ പരാമർശം നടത്തുന്ന ചാനലുകൾ അവർ പറഞ്ഞത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു, ഓണം തൂക്കി താത്തമാർ, ഉസ്താദുമാരുടെയും അവിടെ ഉസ്താണ്ടിമാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഉസ്താദുമാർ എന്നുള്ളതിന് പകരം. വാമനൻ്റെ കൈ പിടിച്ച് ഉമ്മച്ചിക്കുട്ടികൾ, മതപണ്ഡിതരെ ചവിട്ടിത്താഴ്ത്താൻ മുസ്ലിം പെൺകുട്ടികൾ. എന്തൊരാവേശമാണ്! മുസ്ലിം പെൺകുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണുമ്പോൾ ഇസ്ലാമിനെതിരെ, ഉസ്താദുമാർക്കെതിരെ അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് രക്തം കുടിക്കാൻ കാത്തിരിക്കുന്ന ചെന്നായ്ക്കളെ പോലെയാണ് ചിലരുടെ പരാമർശങ്ങൾ. ഈ ഓണം ഉസ്താദുമാരുടെ ഏറോണം, കോളേജുകളിൽ ഫുൾ വൈബ്, മൗലവിമാരുടെ ഓണം ഫത്വ തുടങ്ങി തട്ടം താത്തയുടെ ഫത്വക്ക് പൂരപ്പാട്ട് പാടി മിടിക്കുകൾ, ഇവിടെ മതം പഠിപ്പിക്കാൻ വരില്ല ഉസ്താദെ തുടങ്ങി ഉസ്താദുമാർക്കെതിരെയാണ് തെറിവിളികളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ട്രോളുകളും. എന്നാൽ ഇവിടെ ഒരു ഓണമല്ല പ്രശ്നം. ഇത് ഓണത്തിനായാലും ക്രിസ്മസിനായാലും നബിദിനത്തിനായാലും വിവാഹവേദികളിലായാലും മുസ്ലിങ്ങളുടെ മതപരിപാടികളിലായാലും ആണും പെണ്ണും ഇടകലരുന്നത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പള്ളികളിൽ വരെ സ്ത്രീയും പുരുഷനും ഇടകലരുന്നത് ഇസ്ലാം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല, അനുവദിച്ചിട്ടില്ല. പിന്നെ എന്താണ് അതിര് കടന്ന ആഘോഷങ്ങൾ, അതിര് കടന്ന ആഭാസകരമായ രൂപത്തിൽ ആടിയും തുള്ളിയും നടത്തുന്ന ആഘോഷങ്ങളെയാണ് മുസ്ലിം പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുള്ളത്. ഉസ്താദുമാർ ഇങ്ങനെയുള്ള തെറിവിളികളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ട്രോളുകളും ഒക്കെ സഹിച്ചും ക്ഷമിച്ചും മതപ്രബോധനം നടത്തുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. ഇദാ ലഹറത്തിൽ ഫിത്നു ഔ ഖാലൽ ബിദ്ഉ ഫസുബ്ബ അസ്ഹാബി ഫൽഹുദിറിൽ ആലിമു ഇൽമഹ്. സമൂഹത്തിൽ ഫിത്നയും ഫസാദും അന്ധകാരങ്ങളും അന്ധവിശ്വാസങ്ങളും തോന്നിവാസങ്ങളും മുസ്ലിം സമൂഹത്തിൽ പ്രകടമാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആലിം, ഒരു പണ്ഡിതൻ അവൻ്റെ ദൗത്യം നിർവഹിക്കണം, അവൻ്റെ ഇൽമു പറഞ്ഞുകൊണ്ട് അവരെ ബോധവൽക്കരിക്കണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. അങ്ങനെ ഒരാൾ ചെയ്തില്ലെങ്കിൽ ഫമൻ ലം യഫ്അൽ ദാലിക, അങ്ങനെ ഒരാൾ ചെയ്തില്ലെങ്കിൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കൂക്കിവിളികളും ട്രോളുകളും സമൂഹത്തിൽ ഏൽക്കേണ്ടി വരുമെന്ന് ഭയന്നുകൊണ്ട് തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിക്കാതിരുന്നാൽ, മൗനം പാലിച്ചാൽ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, എന്തിനാണ് ഞാൻ അതിനെതിരെ പ്രതികരിക്കുന്നതെന്നുള്ള മനോഭാവത്തോടു കൂടെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവന് അള്ളാഹുവിൻ്റെ ലഅനത്ത് ശാപമുണ്ടാകുമെന്ന്, മാത്രമല്ല മുഅ്മിനീങ്ങളുടെ മലായികത്തുകളുടെ ശാപമുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതുകൊണ്ടാണ് പണ്ഡിതന്മാർ അവിടെ ദൗത്യം നിർവഹിക്കുന്നത്. ആ ദൗത്യം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമാണ് വിമർശനങ്ങളും പരിഹാസങ്ങളും വരും. എന്നാൽ പ്രിയമുള്ള മുസ്ലിം സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ആക്ഷേപിക്കുന്നത് ഉസ്താദുമാരെ മാത്രമല്ല, വിശുദ്ധ ദീനിനെയാണ്. വിശുദ്ധ ദീനിന്റെ നിയമങ്ങളാണ് ഉസ്താദുമാർ പറയുന്നത്. നിങ്ങൾ ആക്ഷേപിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയുമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് അത് ശരിയാണെന്ന് ന്യായീകരിക്കാൻ വേണ്ടി ആരുടെയെങ്കിലും ഉത്സവങ്ങളും ആഘോഷങ്ങളും കടമെടുത്തുകൊണ്ട് അവർ പോലും കാണിക്കാതെ അത്രയും ആവശ്യത്തോടു കൂടെ ഇങ്ങനെ അയിനാടുമ്പോൾ, തുള്ളുമ്പോൾ, ആഭാസകരമായ രൂപത്തിൽ ഡാൻസുകൾ കളിച്ചും ഈ സമൂഹത്തെ പറയിപ്പിക്കാൻ നിങ്ങൾ തുനിയരുതെന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്.